അറിവാണ് ആത്മവിശ്വാസം നമുക്ക് നൽകണത്. അടിത്തറ ആത്മവിശ്വാസമാണ് നമുക്ക് ആത്മധൈര്യം നൽകണത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലീഡേഴ്സിനുണ്ടായിരുന്നത് എന്താണ്? അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണെന്ന് പറഞ്ഞു. അത് എനിക്ക് ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എത്ര പുറപ്പാട് 33-17 പറഞ്ഞില്ലേ ഇന്നലെ? എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാളാണ് പുതിയ നിയമത്തിൽ ലീഡർ. ആര്? പത്രോസ്. പത്രോസിൻ്റെ എങ്ങനെയാണ്? പത്രോസിനെ ഉദ്യമങ്ങൾ കർത്താവ് മിഷൻ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? എനിക്ക് നിന്നെ അറിയാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് പതുക്കെ പത്രോസിനെ കൊണ്ടുപോകണുണ്ട്. എന്താണ്? യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 1-ാം വട്ടം ചോദിച്ചു, 2-ാം വട്ടം ചോദിച്ചു, 3-ാം വട്ടം ചോദിച്ചിട്ട് ഈ മുനമ്പിലെത്തിക്കും. എങ്ങനെയാണ്? അപ്പോൾ പത്രോസ് പറയും, കർത്താവേ, അങ്ങയ്ക്ക് എല്ലാം അറിയാം. അതായത് പത്രോസിനെക്കുറിച്ച്, മോസസിനെക്കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ പത്രോസിനെക്കുറിച്ചും പറയണത്. യോഹന്നാൻ 21:17 അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. അതായത് നീ എല്ലാം അറിയുന്ന വെച്ചാൽ ഈശോയ്ക്കും പത്രോസിനും മാത്രം അറിയാവുന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു എല്ലാം ഉണ്ട്, മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാതിരുന്നത്. ഇതുതന്നെയാണ് നീ എൻ്റെ ചെമ്മരിയാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കോലാടുകളെ മേയ്ക്കുക, പിന്നെ അധികാരം കൊടുക്കാൻ കാരണം. മോസസിനും അത് തന്നെയാണ്. അധികാരം കിട്ടാൻ കാര്യം എന്താണ്? ആ 33:17 എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോഴേ ദൈവത്തിന് വേണ്ടി മാത്രം, വേറെ മനുഷ്യൻ്റെ ഒരു പ്രീതിയുമില്ലാതെ, അതുകൊണ്ട് മനുഷ്യൻ്റെ നമുക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തത്. മത്തായി 6:6 എടുത്തേ. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതായത് 6:3-4 നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണല്ലേ, കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് വരെ അമ്മ എന്തുമാത്രം അവരെ പനിയായി കിടന്നോ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ, പിള്ളേർക്ക് വല്ലതും അറിയാവാ? നമ്മളിങ്ങനെ എപ്പോഴും പിള്ളേർ പറയും, നീ 3 വയസ്സ് വരെ നീ എന്നെ കിട്ടുവാന്ന് പോലും പേടിയായിരുന്നു മനുഷ്യന്. ഞാൻ ദിവസങ്ങളോളം ഉറക്കം തന്നിട്ടുണ്ട്. ഈ പാട്ടൊന്നും ഇനി പാടേണ്ട കാര്യമില്ല. പാട്ടിൻ്റെ കാര്യമില്ല. അവരറിയത്തില്ലല്ലോ. അവർക്ക് അറിയാത്ത കാലത്ത് നീ അവർക്ക് വേണ്ടി ചെയ്തതല്ലേ. അത് ദൈവത്തിന് വേണ്ടിയായിട്ട് വരവഹിച്ചാൽ മതി. അപ്പോൾ നീയും ദൈവവും തമ്മിൽ ഒരു രഹസ്യ ദിനമുണ്ടായിരുന്നു. കർത്താവേ, ആ കാര്യങ്ങളെല്ലാം നിൻ്റെ നാമത്തെ മഹത്വത്തിനായി നീ കാഴ്ചവെക്കണമെന്ന് പറയണം. അങ്ങനെ ആസ്തി പദ്ധതി വർദ്ധിപ്പിക്കണം. ഓക്കെ.